وابتلوا اليتامى حتى إذا بلغوا النكاح فإن آنستم منهم رشدا فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا. ആയത്ത് 6. വബ്തലുൽ യതാമ, അനാഥരെ നിങ്ങൾ പരീക്ഷിക്കുക. ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ്, അവർക്ക് വിവാഹപ്രായമെത്തുന്നത് വരെ നിങ്ങൾ പരീക്ഷിക്കുക. ഫഇൻ ആനസ്തും മിൻഹും റുഷ്ദാ, നിങ്ങൾ അവരിൽ സദാചാരബോധം ദർശിക്കുന്നുവെങ്കിൽ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും, അവരുടെ സമ്പത്ത് നിങ്ങൾ അവരിലേക്ക് തന്നെ ഏൽപ്പിക്കുക. സൂറത്ത് നിസാ 2-ാമത്തെ ആയത്തിൽ അനാഥരുടെ സമ്പത്ത് അവരെ തന്നെ ഏൽപ്പിക്കണമെന്നും ഇതിന് തൊട്ടുമുമ്പുള്ള 4-ാമത്തെ ആയത്തിൽ വിഡ്ഢികളായ ആളുകൾക്ക്, മൂഢന്മാർക്ക് സമ്പത്തിനെ ഏൽപ്പിക്കരുതെന്നും അറിയിക്കുകയുണ്ടായി. പിന്നെ എങ്ങനെയാണ്, എപ്പോഴാണ് ഏൽപ്പിക്കേണ്ടത് എന്നതിനുള്ള മറുപടിയാണ് അല്ലാഹു ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. വബ്തലുൽ യതാമ ഹത്താ ഇദാ ബലഗുൻ നിക്കാഹ്, അനാഥർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെയും നിങ്ങൾ അവർക്ക് ഉത്തമ ശിക്ഷണശീലനങ്ങൾ നൽകുകയും ഇടയ്ക്കിടെ നിങ്ങൾ അവരെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. അതായത് ചെറുപ്പം മുതലേ നിങ്ങൾ അവർക്ക് നന്മകളിൽ പരിശീലനം നടത്തണം. അവർ പ്രായപൂർത്തിയോടടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. എന്നാൽ മിക്കവാറും അവർ പ്രായപൂർത്തിയോടെ സദാചാര നിഷ്ഠയുള്ളവരായി കഴിയുന്നത് കാണാൻ സാധിക്കും. അതോടെ നിങ്ങൾ അവരുടെ സമ്പത്ത് അവരെ ഏൽപ്പിക്കണം. ഇനി അവരിൽ സദാചാരം ദർശിച്ചില്ല എങ്കിൽ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അവരുടെ സമ്പത്ത് അവരെ ഏൽപ്പിക്കരുത്, അവരുടെ സദാചാരത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. സദാചാരത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് അനാഥരുടെ വിഷയത്തിൽ മാത്രമല്ല, മുഴുവൻ സന്താനങ്ങളുടെ വിഷയത്തിലും ഓരോ മുതിർന്നവരുടെയും പ്രധാന ബാധ്യതയാണ്. പ്രത്യേകിച്ചും മാതാപിതാക്കൾക്കിതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. സന്താനങ്ങളെ നല്ല നിലയിൽ വളർത്താൻ പരിശ്രമിക്കുക. ഹക്കീമുൽ ഉമ്മത്ത് മൗലാന അഷ്റഫ് അലി താനവി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ രീതികൾ വളരെ വിശദമായ നിലയിൽ വിവരിക്കുന്നുണ്ട്. ഷാഫിഈ ഫിഖ്ഹ് എന്ന പേരിൽ പ്രിയപ്പെട്ട മദ്രസ അൽ ജാമിഅത്തുൽ ഹസനിയ കായംകുളം പ്രസിദ്ധീകരിച്ച മഹത്തായ ഗ്രന്ഥത്തിന്റെ 227 മുതലുള്ള പേജുകളിൽ
സന്താന പരിപാലനത്തെപ്പറ്റി വിശദമായ നിലയിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ മാത്രം ഇവിടെ ഉദ്ധരിക്കുകയാണ്. ഒന്ന്, വിവാഹം സൽസ്വഭാവികളും മതബോധമുള്ളവരുമായി നടത്തുക. മൃഗത്തെയും പോലീസിനെയും ഭീകര വസ്തുക്കളെയും സംബന്ധിച്ച് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തുന്നതിന് പകരം പടച്ചവനെ പരിചയപ്പെടുത്തുകയും പ്രവാചകനെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുക. പോലീസിനെ മറ്റും പറയുന്നതിലൂടെ അവരുടെ മനസ്സ് ബലഹീനമാകും. പടച്ചവനെക്കുറിച്ച് പറയുന്നതിലൂടെ മനസ്സ് നന്മയിൽ ഉറച്ചതാകും. പാല് കുടിപ്പിക്കാനും ആഹാരം കൊടുക്കാനും സമയം നിശ്ചയിക്കുക. വൃത്തി നിലനിർത്തുക. കുഞ്ഞുങ്ങളെ അധികം മിനുക്കാതിരിക്കുക. വൃത്തി വേണം, പക്ഷേ മിനുക്കം വേണ്ട. ആൺകുട്ടികളുടെ മുടി അധികം നീട്ടി വളർത്താതിരിക്കുക. പെൺകുട്ടികൾക്ക് മറയുടെ കാലമാകുന്നതിന് മുമ്പ് ആഭരണങ്ങൾ ധരിപ്പിക്കരുത്. കാരണം അതിലൂടെ ഒരു ഭാഗത്ത് അവരുടെ ജീവൻ അപകടത്തിലാകും, മറുഭാഗത്ത് ചെറുപ്പം മുതൽ തന്നെ ആഭരണ ഭ്രമം ഉണ്ടായിത്തീരും. കുട്ടികളുടെ കൈകൊണ്ട് സാധുക്കൾക്ക് ആഹാരം, വസ്ത്രം, പൈസ മുതലായവ ദാനം ചെയ്യുക. ഇതിലൂടെ അതുപോലെ തന്നെ മറ്റ് സഹോദരങ്ങൾക്ക് ആഹാരങ്ങളും മറ്റും വിതരണം ചെയ്യാനും പരിശീലിപ്പിക്കുക. ഇപ്രകാരം അവരിൽ ധർമ്മശീലം ഉണ്ടായിത്തീരും. അമിത ഭക്ഷണത്തിന്റെ ദൂഷ്യം പറഞ്ഞുകൊടുക്കുക. എന്നാൽ ആരുടെയും പേരെടുത്ത് വിമർശിക്കരുത്. ഒന്നാമൻ തീറ്റപ്പണ്ടാരമാണ്, ഈ ശൈലി പറയാൻ പാടില്ല. ആൺകുട്ടികൾക്ക് വെളുത്ത വസ്ത്രത്തോടുള്ള ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. നിറമുള്ളതും വില കൂടിയതുമായ വസ്ത്രങ്ങളോട് അകൽച്ചയുണ്ടാക്കുക. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ കുട്ടികളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കരുത്. അതിലൂടെ അവരുടെ സ്വഭാവം മോശമാകുന്നതാണ്. അമിതമായ ശബ്ദത്തിൽ സംസാരിക്കാൻ അനുവദിക്കരുത്. കാരണം പ്രായമാകുമ്പോഴും ഇത് പതിവാക്കും. മോശ സ്വഭാവക്കാരും വിദ്യാഭ്യാസത്തെ വെറുക്കുന്നവരും കൂടിയ വസ്ത്രങ്ങളും ആഹാരങ്ങളും ഉപയോഗിക്കുന്നവരുമായ ആളുകളുടെ സഹവാസത്തിൽ നിന്നും കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക. ഈ സഹവാസം നേരിട്ടുമാകാം, മൊബൈല്, വീഡിയോ, TV വഴിയായിട്ടുമാകാം. കോപം, കളവ്, അസൂയ, മോഷണം, മേഷണി, പരദൂഷണം, ദുർവാശി, തെറ്റിനെ ന്യായീകരിക്കൽ, അനാവശ്യമായ അമിത സംസാരം, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കൽ, വഞ്ചന, ബോധമില്ലാത്ത എടുത്തുചാട്ടം, ഇത്തരം കാര്യങ്ങളോട് വെറുപ്പുണ്ടാക്കുക. ചെറുപ്പം മുതൽ എന്തെങ്കിലും നശിപ്പിക്കുകയോ ആരെയെങ്കിലും ഉപദ്രവിക്കുകയോ ചെയ്താൽ അത് ആവർത്തിക്കാതിരിക്കാൻ ഉചിതമായ ശിക്ഷ നൽകുക. ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോൾ ഓമനിക്കുന്നത് കുട്ടിയെ നശിപ്പിക്കലാണ്. പ്രഭാതത്തിൽ ഉറങ്ങാൻ അനുവദിക്കരുത്. സുബഹിക്ക് തന്നെ ഉണർത്തി ശീലിപ്പിക്കുക. 7 വയസ്സായാൽ നമസ്കാരം പരിശീലിപ്പിക്കണം. വിദ്യാഭ്യാസത്തിന് പ്രായമായാൽ ആദ്യം ഖുർആൻ പഠിപ്പിക്കണം. ധർമ്മബോധമുള്ള അധ്യാപകരെ കണ്ടെത്താൻ പരിശ്രമിക്കണം. പാഠശാലയിൽ പോകുന്ന വിഷയത്തിൽ ഒരു ഇളവും അനുവദിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് നല്ലവരുടെ നല്ല സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. പ്രത്യേകിച്ചും സഹാബാക്കളുടെ ചരിത്രം കുട്ടികളെ പഠിപ്പിക്കുക. പ്രേമകാവ്യങ്ങൾ, അനിസ്ലാമിക വിഷയങ്ങൾ, കഥകൾ, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ അനുവദിക്കരുത്. ദീനീ വിജ്ഞാനങ്ങളും ആവശ്യമായ ഭൗതിക വിജ്ഞാനങ്ങളുമുള്ള രചനകൾ വായിക്കാൻ പ്രേരിപ്പിക്കുക. പാഠശാലയിൽ തിരിച്ചെത്തിയാൽ മനസ്സ് സന്തോഷിപ്പിക്കുന്നതിന് അല്പം കളിക്കാൻ അനുവദിക്കുക. പാപകരമോ അപകടകരമോ ആയ കളികൾ അനുവദിക്കരുത്. പടക്കവും ഊത്തും വാങ്ങാൻ പൈസ കൊടുക്കരുത്. കളി വിനോദങ്ങൾ കാണിച്ച് ശീലിപ്പിക്കരുത്. കുട്ടികളുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ഇന്ന് മൊബൈലെടുത്ത് കയ്യിൽ കൊടുക്കും, കണ്ടുകൊണ്ടിരുന്നോളാൻ പറയും. വലിയ അപകടമാണ്. ആവശ്യഘട്ടങ്ങളിൽ സമ്പാദിച്ച് സ്വന്തം ആവശ്യവും മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നിറവേറ്റാൻ ഉപയുക്തമായ എന്തെങ്കിലും തൊഴിലുകൾ നിർബന്ധമായി മക്കളെ പഠിപ്പിക്കുക. കത്തുകളും വീട്ടിലെ അത്യാവശ്യ കണക്ക് കാര്യങ്ങളും എഴുതാനും വായിക്കാനും കുട്ടികളെ നിർബന്ധമായും പഠിപ്പിക്കണം. സ്വന്തം കാര്യം ചെയ്യാൻ അവരെ ശീലിപ്പിക്കുക. മടിയനും മനസ്സിനുമാക്കരുത്. രാത്രി വിരിപ്പ് വിരിക്കുക, രാവിലെ അത് മടക്കി സൂക്ഷിക്കുക, കീറിയത് തയ്ക്കുക, വസ്ത്രങ്ങൾ തീപിടിക്കാത്ത സ്ഥലത്തൂരിയിടുക, അലക്കുകാരന് എണ്ണിക്കൊടുക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാൻ നിഷ്കർഷിക്കണം.
ശരീരത്തിലെ ആഭരണങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഉണർന്നതിന് ശേഷവും ശ്രദ്ധിക്കാൻ പെൺകുട്ടികളെ പരിശീലിപ്പിക്കണം. പാചകം, തയ്യൽ, കടികൾ മുതലായ വീട്ടുജോലികൾ ശ്രദ്ധാപൂർവം നോക്കിപ്പഠിക്കുവാൻ അവരോട് പറയണം. കുട്ടികളിൽ എന്തെങ്കിലും നന്മകൾ കണ്ടാൽ അവർക്ക് ആശംസ നേരണം. മനക്കരുത്തുയരാൻ സമ്മാനം കൊടുക്കുന്നതും ഉത്തമമാണ്. തിന്മ വല്ലതും കണ്ടാൽ ആദ്യം രഹസ്യമായി ഉപദേശിക്കണം. വീണ്ടും ആവർത്തിച്ചാൽ അനുയോജ്യമായ ശിക്ഷ നൽകണം. 35 വളരെ പ്രധാനപ്പെട്ട വിഷയം. രഹസ്യമായി ഒന്നും ചെയ്യാൻ കുട്ടികളെ അനുവദിക്കരുത്. കളിയോ ഭക്ഷണമോ എന്തുമായിക്കൊള്ളട്ടെ, രഹസ്യമായി ചെയ്താൽ അതിന്റെ അർത്ഥം അവരതിനെ തെറ്റായി ധരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തെറ്റാണെങ്കിൽ അതിൽ നിന്ന് വിലക്കുക, നല്ലതാണെങ്കിൽ പരസ്യമായി ചെയ്യാൻ പറയുക. ആരോഗ്യവും മനക്കരുത്തും നിലനിൽക്കാനും മടിയും അലസതയും നീങ്ങുവാനും കാരണമാകുന്ന എന്തെങ്കിലും ജോലികൾ അവരെ ഏൽപ്പിക്കുക. കുറച്ചു ദൂരം നടക്കേണ്ടി വരുന്ന ജോലികൾ ആൺകുട്ടികളോട് കൽപ്പിക്കുക. പെൺകുട്ടികളോട് അമ്മിക്കല്ല് ഉരയ്ക്കാനും മറ്റും കൽപ്പിക്കുക. നടക്കുമ്പോൾ വേഗത കൂട്ടാതിരിക്കാനും ദൃഷ്ടി നിലത്ത് പതിപ്പിക്കാനും അവരെ ഉപദേശിക്കുക. വിനയം തെരഞ്ഞെടുക്കുന്ന പതിവുണ്ടാക്കുക. വാചകത്തിനും പ്രവർത്തനത്തിനും പെരുമ കാട്ടുന്നതിനോ സമകാലികരോട് പോലും വസ്ത്രം, വീട്, കുടുംബം, പുസ്തകം, പേന മുതലായവയുടെ മേന്മകൾ വർണ്ണിക്കുന്നതിന് അനുവദിക്കരുത്. അവരുടെ ഇഷ്ടമനുസരിച്ച് ചെലവഴിക്കാൻ വല്ലപ്പോഴും കുറച്ച് പൈസ നൽകുക. എന്നാൽ നിങ്ങളെ മറച്ചുകൊണ്ടൊന്നും വാങ്ങി നിഷ്കർഷിക്കണം. ആഹാരം, ഇരുത്തം, കിടത്തം ഇവയുടെ മര്യാദകൾ പഠിപ്പിക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ, പ്രത്യേകിച്ചും കുട്ടികളെ ഈ കാര്യം പഠിപ്പിക്കുമായിരുന്നു. ആഹാരത്തിന്റെയും മറ്റും സുന്നത്തുകൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് ചെറിയ സുന്നത്തുകളാണ്, എന്തിരിക്കുന്ന കാര്യം. പക്ഷെ അതിലൂടെയാണ് വലുതിലേക്ക് അവർ കടക്കുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ആഹാരം കഴിക്കാൻ ഇരുന്നു. കുട്ടികളെ കൂട്ടത്തിൽ ആഹാരം കഴിപ്പിക്കണം. എന്റെ കൈ അവിടെയും ഇവിടെയും കറങ്ങുന്നുണ്ടായിരുന്നു. പ്രവാചകൻ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞ, മോനെ മുമ്പിൽ നിന്ന് കഴിക്കുക, ഒരു ഭാഗത്ത് നിന്നും കഴിക്കുക. وَابْتَلُوا الْيَتَامَى حَتَّى إِذَا بَلَغُوا النِّكَاحَ. അനാഥർക്ക് പ്രത്യേകിച്ചും എല്ലാ മക്കൾക്കും പൊതുവിലും നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുകയും അത് എത്രമാത്രം അവരിൽ ഉണ്ടായി എന്ന് പരിശോധിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ചും പ്രായപൂർത്തിയാകുന്ന സമയത്ത് പരിശോധിക്കുക. فَإِنْ آنَسْتُمْ مِنْهُمْ رُشْدًا فَادْفَعُوا إِلَيْهِمْ أَمْوَالَهُمْ. അവരിൽ സദാചാരബോധം നിങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ സമ്പത്ത് നിങ്ങൾ അവരെ തന്നെ ഏൽപ്പിക്കുക. കാണുന്നില്ലെങ്കിലോ വീണ്ടും പരിശീലനം തുടരുക. അധ്വാനം നിലനിർത്തുക. പടച്ചവനോട് താണുകയോട് പ്രാർത്ഥിക്കുക. പടച്ചവൻ ഇന്നല്ലെങ്കിൽ നാളെ അവരിൽ മാറ്റമുണ്ടാക്കും, അവരിൽ വലിയ പരിവർത്തനമുണ്ടാകും. فَإِنْ آنَسْتُمْ مِنْهُمْ رُشْدًا فَادْفَعُوا إِلَيْهِمْ أَمْوَالَهُمْ. അള്ളാഹു എല്ലാ മക്കളെയും നന്നാക്കുമാറാകട്ടെ. അതിനുവേണ്ടി തന്ത്രജ്ഞതയോടുകൂടി പരിശ്രമിക്കാൻ അള്ളാഹു ഉദവി നൽകട്ടെ.